ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ഫേസ് പാക്കുമായിട്ടാണ്. അതായത് നമ്മുടെ കളർ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കൊണ്ടുവരാൻ. അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്ന് പറയുന്ന ഈ ഫേസ് പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ് എങ്കിലും അടുപ്പിച്ച് നമ്മൾ അത് ഇടാമെങ്കിൽ അത്രമാത്രം ഒരു എഫക്റ്റ് അതിൽ ഉണ്ടാവും. അപ്പം ഞാനിന്ന് തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിൽ ഒരു 1.5 മുതൽ 2 സ്പൂൺ വരെ തൈര് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത് ജെല്ലാണ്. എന്തിൻ്റെ ജെല്ലാണ്? അലോവേറ ജെൽ. അതും കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് ഒരു സ്പൂണിൻ്റെ അളവ് വരുന്ന മുട്ടയുടെ വെള്ളക്കരു. അത് കഴിഞ്ഞ് അടുത്ത 4ാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചന്ദന പൗഡർ അല്ലെങ്കിൽ സാൻഡിൽ പൗഡർ. ഈ സാൻഡിൽ പൗഡർ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസുമാണ് ഇന്ന് നമ്മുടെ ഈ ഫേസ് പാക്കിൻ്റെ പ്രധാന ആളുകൾ. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് മിക്സ് ചെയ്ത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം അല്ലേ. ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. അതായത് ഒരു ഇഡ്ഡലി മാവിൻ്റെ ബാറ്റർ പോലെയാണ്. പിന്നെ ഇത് യഥാർത്ഥത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ഒരു കാര്യവും കൂടെയാണ്. അത് കാരണം വീട്ടിലെല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ചന്ദനപ്പൊടി അവൈലബിൾ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. കൈ വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് മുട്ട ചേർത്തത് കാരണം നോൺ വെജ് കഴിക്കാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടില്ല. പക്ഷേ മുട്ട നമ്മുടെ ഫേസിൽ അത് ഇടുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിൻ ടൈറ്റനിങ്ങിന് അത് വളരെ ഉപകാരമാണ്. അപ്പോൾ കഴിക്കൂല ആയിരിക്കാം, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മുട്ട നമുക്കൊരു മസ്റ്റാണ് ഈ ഒരു പാക്കിന്. അത് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കുറച്ച് വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ തൈരും പിന്നെ മുട്ടയുടെ വെള്ളയും ജെല്ലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ചൊരു വാട്ടറി ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ലെയർ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു ലെയർ കൂടെ ഇടാം. ഇല്ല, ഒരു ലെയർ മതി എന്നാണ് നിങ്ങൾക്ക് അതാണ് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെയും നിർത്താം. എപ്പോഴും ഞാൻ പറയുന്ന മാതിരി കഴുത്തിനും അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു തവണ മിക്സ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാമത് ഒരു ദിവസം കൂടെ യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഒരു ദിവസം കൂടെ അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് വീണ്ടും ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ 2 ദിവസത്തിൽ കൂടുതലുള്ള രീതിക്ക് നമ്മളത് മിക്സ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു. അപ്പം എപ്പോഴും നമ്മളൊരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ 5 to 7 മിനിറ്റ്സ് ആണ് ഇടേണ്ടത്. പിന്നെ ഓരോരുത്തരുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് ചിലർക്ക് പെട്ടെന്ന് ഡ്രൈ ആകും, ചിലർക്ക് കുറച്ച് സ്ലോ പ്രോസസ് ആയിരിക്കും. എങ്ങനെ തന്നെ ആയാലും അത് തനിയെ ഡ്രൈ ആകുന്നത് വരെ അത് ഫേസിലിരിക്കണം. പിന്നെ ഞാൻ ഈ വാചകം അടിക്കുന്ന മാതിരി നമ്മളൊരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സംസാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താ റിസൾട്ട് എന്ന് നോക്കാം. ഓക്കെ, ഞാൻ അതേ വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ആണ് ഞാനിത് ഇട്ടിരുന്നത്. ഞാനിങ്ങനെ വാഷ് ചെയ്തിട്ട് വന്നേക്കുവാണ്. ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഇങ്ങനെയുണ്ട്. സ്കിൻ സൂപ്പറല്ലേ. അപ്പം ഇത് മാതിരി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു 21 ഡേയ്സ് അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഈ ബ്രൈഡ്സിനും ഒക്കെ ഇത് നല്ലതാണ്. അല്ലാതെ ശരിക്കും സാധാ വീട്ടമ്മമാർക്കാണെങ്കിലും ഇത് ചെയ്യാം. പിന്നെ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ശരി, നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. എന്നിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ വരുന്നതായിരിക്കും.